മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് നെവിൻ ജോസഫ്. ഞാൻ ചേർത്തല മുട്ടത്തുപറമ്പ് സെൻറ്റ് ആൻഡ്രീസ് ചർച്ച് ഇടവാംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി 2025 20-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ +2 കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എബ്രോഡ് പോയി പഠിക്കണമെന്നുള്ളൊരു ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും തുടങ്ങിയിട്ടൊന്നും റെഡിയാവുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉടമ്പടി എടുത്തു. ഞാൻ +2 എക്സാം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ടായിരുന്നു. ജോസഫച്ചനെ കണ്ടു, ബ്ലെസ്സിങ് എല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വെച്ച് മാതാവിൻ്റെ അടുക്കൽ പറഞ്ഞിട്ടായിരുന്നു പോയത്. ഉടമ്പടി എടുക്കും, 18 വയസ്സായി കഴിയുമ്പോൾ എന്തായാലും ഉടമ്പടി എടുക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉടമ്പടി എടുക്കുന്നതും അതൊന്നും ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടും വലിയ ഇതിങ്ങനെയൊന്നും കാര്യമില്ല എന്നുള്ള ഓർത്ത് ഞാൻ അങ്ങനെ എടുത്തില്ല. അത് വലിയ കാര്യമാക്കാണ്ട് ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ ഞാൻ അത് ഈ എബ്രോഡ് പോകുന്നതിൻ്റെ കാര്യത്തിലായിട്ട് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബാങ്കിൽ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങിയപ്പോൾ അവർ ഫസ്റ്റിൽ അവർ പറഞ്ഞില്ല, ഓക്കെയാണ്, പേപ്പേഴ്സ് എല്ലാം നീക്കോളൂ എന്ന് പറഞ്ഞു. പേപ്പേഴ്സെല്ലാം ഞാൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, നമുക്ക് ഹെഡ് ഓഫീസിലോട്ട് ഫയൽ അയക്കാം എന്ന് പറഞ്ഞു. ഫയൽ അയച്ചു. ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നെവിൻ ലോൺ കിട്ടില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രി അപ്രൂവ് ആവില്ല, നമുക്ക് ബാങ്ക് അപ്രൂവ് ആവില്ല എന്ന് പറഞ്ഞു. അപ്രൂവ് ആവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോൾ. നമുക്ക് ലാസ്റ്റ് ഒരു ഹോപ്പായിരുന്നു ലോൺ ത്രൂ നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ. പക്ഷെ അതില്ലെങ്കിൽ എബ്രോഡ് പോകുന്നത് ഡ്രോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലിരിക്കുമായിരുന്നു. അപ്പോൾ അതായിരുന്നു ഒരു ലാസ്റ്റ് ഹോപ്പ്. ഞാനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് കരഞ്ഞ് മുട്ടുകുത്തി നിന്ന് കൊന്തയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ വീട്ടിൽ രാത്രി പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞപ്പോൾ ഉടനെ ബാങ്കിൽ മാനേജർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നെവിൻ, നമുക്ക് ഇവിടുന്ന് എന്തായാലും ലോൺ കിട്ടില്ല, വേറൊരു ആളുടെ കസിൻ വേറൊരു ബാങ്കിലുണ്ട്, അപ്പോൾ ആൾ റെഫർ ചെയ്യാം, അപ്പോൾ അവിടുന്ന് മേ ബി ഒന്ന് ചെന്ന് എൻക്വയറി ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു എൻ്റെ അടുക്കൽ. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവർ കറൻ്റ് ഫസ്റ്റ് ഓഫ് എനിക്ക് അവിടെ അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു ആ ബാങ്കിൽ. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞു. പ്രാർത്ഥനകളെല്ലാം കറക്റ്റായിട്ട് ചെല്ലുമായിരുന്നു. രാവിലെ ഡെയിലി ബ്രെഡ് ആണെങ്കിലും കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ അവിടെ ബാങ്കിൽ ചെന്നു. എനിക്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു. അക്കൗണ്ട് ചെന്നപ്പോഴേക്കും ഒരു മാനേജർ പറഞ്ഞു, നമുക്ക് നോക്കാം, ഉറപ്പ് പറയുന്നില്ല, നോക്കാമെന്ന് പറഞ്ഞു. നോക്കി അവർ അപ്പോൾ തന്നെ മാനേജർ പപ്പായായിട്ട് ഉടനെ തന്നെ വീട്ടിൽ പ്രോപ്പർട്ടി എല്ലാം വന്ന് കണ്ടു. അപ്പോൾ മാനേജർ പറഞ്ഞു ഓക്കെ, നമുക്ക് ലോൺ വെക്കാം, പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം, ഇവിടെ കൺട്രി അപ്രൂവ്ഡ് ആണ്, ഈ കൺട്രിയിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് നേരത്തെ ബാങ്കിൽ ഇതെല്ലാം പേപ്പേഴ്സ് എല്ലാം കൊടുത്തത് കാരണം വലിയ ഡിലേ ഒന്നും ഇല്ലായിരുന്നു. പേപ്പേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ പേപ്പേഴ്സ് ഫുൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 1 വീക്ക് എടുത്തില്ല. അതിന് മുന്നേ തന്നെ ഞാനിവിടെ നാട്ടിലില്ലായിരുന്നു ആ ടൈമിൽ, ഞാൻ ബാംഗ്ലൂരായിരുന്നു. ആ ടൈമിൽ മാനേജറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നെവിൻ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇനി ബാങ്കിൽ വന്നിട്ട് ബാക്കി സൈൻ ഇടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളിലേക്ക് ബാക്കി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. യൂണിവേഴ്സിറ്റിയുടെ ഇതിലിപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഫസ്റ്റിലെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിനിപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു യൂണിവേഴ്സിറ്റി പറഞ്ഞു ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ആപ്ലിക്കേഷൻ ലെറ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ 1 വീക്കിൽ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ അതിനും ടൈം ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ഇപ്പോൾ ഈ 1 വീക്കിനുള്ളിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ഇൻടേക്കിൽ കയറി പോവാം, ഇല്ല എങ്കിൽ ഡെഫർ ആകുമെന്ന് പറഞ്ഞു എൻ്റെ അടുക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിവേ നമുക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂ ഇത് അയച്ചു കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് പോലും ഒന്നും അറിയില്ല. ഏജൻസി ഓൾമോസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു, എന്നാലും എനിക്ക് അധികം പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ എന്തായാലും മാതാവിൻ്റെ ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോൾ ഞാൻ കാശുരൂപവും എല്ലാം കൊന്തയെല്ലാം കയ്യിൽ പിടിച്ചിട്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ലാപ്പിൽ ഫ്രണ്ടിലിരുന്നപ്പോഴാണെങ്കിലും ഞാൻ ഉടമ്പടിത്തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണിച്ച് കണ്ടിന്യൂസ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ അടുക്കൽ ആകെ ചോദിച്ചത് 3 ക്വസ്റ്റ്യൻസാണ് എൻ്റെ അടുക്കൽ ചോദിച്ചത്. എന്നാലും എനിക്ക് വലിയ ഉറപ്പില്ലായിരുന്നു, കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഉറപ്പില്ലായിരുന്നു. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു 2 ദിവസം എടുത്തുള്ളൂ. 3-ാമത്തെ ദിവസം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ ലഭിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ അത് ഈ VFSൽ നമ്മളെല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം സെറ്റായിട്ട് എടുത്തിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ
ഡോക്യുമെൻറ്റ്സിൽ അവിടെ VFSൽ അപ്പോയിൻമെൻറ്റ് എടുത്തു. അപ്പോയിൻമെൻറ്റ് കിട്ടാനെടുത്തൊരു ഡിലേ ആയിരുന്നു, എന്നാലും ഇങ്ങനെ കിട്ടി. ഒരു 3 months ആഫ്റ്റർ ആയിരുന്നു എനിക്ക് കിട്ടിയത്, ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞിട്ട്. അപ്പോൾ VFSൽ അപ്പോയിൻമെൻറ്റ് എടുത്തു. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഏജൻസിക്കാർ പറഞ്ഞിരുന്നു ഒരു മിക്കവാറും നെവിൻ അവിടെ VFSൽ പോയവർക്കറിയാം എന്തായാലും അവിടെ ഭയങ്കര റഷ് ഉണ്ടാവും ഓൾമോസ്റ്റ്. അപ്പോൾ എല്ലാവരും പറയും അവിടെ പ്രീമിയം ലോഞ്ച് എടുക്കാനായിട്ട് എല്ലാവരും എല്ലാവരും പറയും. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഏജൻസി അതേപോലെ പറഞ്ഞു പ്രീമിയം ലോഞ്ച് എടുക്കണം, ഇല്ല എങ്കിൽ അതാകുമ്പോൾ ഇത്തിരി പ്രയോറിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് അതിന് എത്ര രൂപ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഒരു ഓൾമോസ്റ്റ് 12,000 രൂപ അതിൽ നിന്നാവും. അപ്പോൾ അങ്ങനെ അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും പൈസ എൻ്റെ കയ്യിൽ കാർഡിലില്ലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞാൻ VFSൽ ചെന്നു. VFSൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെയാണെങ്കിലും അവിടെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത്, ആരുമില്ലായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ റിട്ടേൺ ഫ്ലൈറ്റും 4:20 എനിക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏജൻസിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ നേരത്തെ എന്തായാലും അത് എടുത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിൻ്റെ ഫ്ലൈറ്റ് മിസ്സാവുന്നതിൻ്റെ ഇടയ്ക്കൽ ഏജൻസിക്കാർ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഓർത്ത് നോക്കി എന്തായാലും എടുക്കാം, വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാമെന്നുള്ള ഓർത്തിരുന്നു. അപ്പോൾ അവിടെ VFSലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ മാതാവിൻ്റെ ഉപ്പും അവിടെ എത്തി ഞാൻ പ്രാർത്ഥിച്ചു. കയറുന്നതിന് മുമ്പായിട്ട് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണിച്ചിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറിയത്. അത് മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹം, അതെങ്ങനെ എനിക്ക് പറയണമെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്നപ്പോഴാണെങ്കിലും അവിടെ വേറെ ആരുമില്ല ആ ക്യൂവിൽ, എനിക്ക് വേണ്ടി മാത്രം. മീൻസ് അവിടെ ചെന്നപ്പോൾ എൻ്റെ ആ ക്യൂവിലോട്ട് കയറിക്കോ ഒന്ന്, വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു എൻ്റെ ഇടയ്ക്കൽ. ഞാൻ ചെന്നപ്പോഴാണെങ്കിലും തൊട്ടപ്പുറത്തെ സൈഡിൽ വേറൊരു ആൾ ഇതേപോലെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. ആളുടെ നിന്ന് എല്ലാ ഡോക്യുമെൻറ്റ്സും മേടിച്ചു. എൻ്റെ കയ്യിലാണെങ്കിൽ കറൻ്റ്ലി അവിടെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു ഡോക്യുമെൻറ്റ്സ് ഇല്ലായിരുന്നു, അത് ഞാൻ കോപ്പി എടുക്കാനായിട്ട് വിട്ടുപോയി. പക്ഷേ മെയിലുണ്ട്, പക്ഷേ മെയിൽ കാണിക്കാൻ പറ്റില്ല ആയിരുന്നു. അപ്പോൾ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു, പക്ഷേ അത് ഫിക്സഡ് ആയിട്ടുള്ളൊരു സ്റ്റേ ആവില്ലായിരുന്നു. ജസ്റ്റ് യൂണിവേഴ്സിറ്റി ഡോർമെറ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ജസ്റ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അവർ മെയിൽ അയച്ചിരുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ തന്നെ എൻ്റെ അടുക്കൽ ആകെ ഞാൻ ഇപ്പുറത്തുള്ളൊരു വേറൊരു ചേട്ടൻ്റെ അടുക്കൽ കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം എവിടെയാണ് എന്നുള്ള കുറേ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ടഫായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി അടുക്കൽ പറഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി. എൻ്റെ കയ്യിൽ ഒരു ഡോക്യുമെൻ്റ് ഇല്ലെങ്കിലും അറിയായിരിക്കും, ഓൾമോസ്റ്റ് പോയവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരു ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ തന്നെ എന്തായിരിക്കും അവരുടെ ഒരു ബുദ്ധിമുട്ടെന്ന്. അപ്പോൾ അവിടെ തന്നെയാണെങ്കിലും എനിക്ക് വേറൊന്നും ഞാൻ ആ ടൈമിൽ എൻ്റെ മൈൻഡിൽ വരുന്നില്ല. ഞാൻ വിശ്വാസപ്രമാണം കണ്ടിന്യൂസ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അവിടെ ഫ്രണ്ടിൽ ആളിന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുക്കൽ അവിടെയാണെങ്കിൽ ആകെ ചോദിച്ചത് അതെനിക്ക് ഒത്തിരി ഭയങ്കര ഒരു അത്ഭുതം. ഞാൻ ആൾക്കാരുടെ അടുക്കൽ ഇപ്പോൾ കൂട്ടുകാരുടെ അടുക്കൽ പറയുമ്പോഴാണെങ്കിൽ ആരും വിശ്വസിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ ഇടയ്ക്കൽ ആകെ ചോദിച്ചത് ഇതേപോലെ ഒരു 4 ഡോക്യുമെൻറ്റ് മാത്രമാണ് എൻ്റെ അടുക്കൽ ചോദിച്ചത്. പാസ്പോർട്ടും പിന്നെ VFSലെ അപ്പോയിൻമെൻറ്റും കൊടുത്ത് മീഡിയേഷൻ ലെറ്ററും യൂണിവേഴ്സിറ്റിയിൽ അക്സെപ്റ്റൻസ് ലെറ്ററും, ഇത് മാത്രമായിരുന്നു എൻ്റെ അടുക്കൽ ചോദിച്ചത്. അത് ഭയങ്കര വലിയൊരു അനുഗ്രഹമായിരുന്നു. ഓൾമോസ്റ്റ് ഇവിടെ പോയവർക്ക് എല്ലാവർക്കും അറിയാം എന്തോരം ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ അന്നേരം പോകുമ്പോൾ ക്യാരി ചെയ്യുന്നതെന്ന്. എൻ്റെ ഫയലിലാണെങ്കിൽ ഒരു നിറച്ച ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. 1 and same അങ്ങനെ പറഞ്ഞ് കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും അവിടെ സബ്മിറ്റ് ചെയ്തു, തിരിച്ച് വന്നു. കറക്റ്റ് അവർ പറഞ്ഞിരുന്നത് നമുക്ക് ഇവിടെ ലിത്വാനിയ എന്ന് പറയുന്നൊരു കൺട്രിയിലായിരുന്നു ഞാൻ പോകാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ കൺട്രിയിൽ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യില്ല, അതിന് ഒരു TRP കാർഡാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ കാർഡ് വരാനായിട്ട് അവർ പറഞ്ഞിരുന്നത് 45 വർക്കിംഗ് ഡേയ്സ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് 45 വർക്കിംഗ് ഡേയ്സിന് പകരം 3 മാസം കഴിഞ്ഞു, 4ാമത്തെ മാസമായി, എനിക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ ഏജൻസിയിലേക്ക് സ്ഥിരം ഇങ്ങനെ വിളിക്കും, ചോദിക്കുമായിരുന്നു എന്തായി, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. പക്ഷേ ഏജൻസി പറയുന്നത് നമുക്കൊന്നും ചെയ്യാനില്ല, അവിടെ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമേ നമുക്ക് എന്തെങ്കിലും മെയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് VFSൽ ചെന്ന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നിടയ്ക്കിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇതിപ്പോൾ എനിക്ക് സെപ്റ്റംബറിൽ ക്ലാസ് 15-ാം തീയതി ക്ലാസ് തുടങ്ങും. അപ്പോൾ 12-ാം തീയതി അവിടെ റിപ്പോർട്ട് ചെയ്യുകയും വേണം സെപ്റ്റംബറിൽ. അപ്പോൾ ഈ കഴിഞ്ഞ ഇത്ര നാളായിട്ട് എനിക്ക് വരുന്നില്ലായിരുന്നു, TRP കാർഡൊന്നും അതിൻ്റെ മെയിലൊന്നും വരുന്നില്ലായിരുന്നു. ഞങ്ങളെല്ലാ ദിവസവും ഞാൻ നേരത്തെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥനകളൊന്നും വലിയ രീതിക്ക് ഉണ്ടാവത്തില്ല. ഞാൻ ആ ടൈം ആകുമ്പോൾ ഇവർ പ്രാർത്ഥനയിൽ ഇരുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പുറത്തോട്ടൊക്കെ പോകും. വലിയ രീതിക്ക് എനിക്ക് അങ്ങനെ ഇതിലൊന്നും അവിടെ അറ്റൻഡ് ചെയ്യാറില്ലായിരുന്നു, പ്രാർത്ഥനകളൊന്നും ഞാൻ വരാറില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ ഈ കൊന്തയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കുടുംബ പ്രാർത്ഥന കൂടാതെ ഞാൻ 10-12 പ്രാവശ്യമൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വീട്ടിലിരുന്ന്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് TRP കാർഡ് വന്നു. ഇതാണ്ട് കാർഡ്. അപ്പോൾ എനിക്ക് 15-ാം തീയതി ക്ലാസ് തുടങ്ങും. അപ്പോൾ എൻ്റെ 12-ാം തീയതി എനിക്ക് അവിടെ കയറിയാൽ മതിയാവും, എൻട്രി ഉണ്ട്.
അപ്പോൾ അതും തൊട്ട് എൻട്രി തുടങ്ങും. പിന്നെ എനിക്ക് ഇതിനായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറേ ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ VFSലെ കാര്യങ്ങളാണെങ്കിലും ഈ TRP കാർഡ് കിട്ടാനായിട്ടാണെങ്കിലും ഭയങ്കര പാടായിരുന്നു. അപ്പോൾ എനിക്ക് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് എന്നാന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങളുടെ പള്ളിയുടെ റീസെൻ്റ്ലി ലാസ്റ്റ് വീക്കായിരുന്നു ഞങ്ങളുടെ പള്ളിയുടെ വെഞ്ചിരിപ്പ്. പുതുക്കി പണി കഴിഞ്ഞിട്ട് വെഞ്ചിരിപ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ നാളെ പള്ളിയിൽ പുതിയ പെരുന്നാളാണ് പുതിയ പള്ളിയിൽ. അപ്പോൾ ഞാൻ പള്ളിയിൽ അത്യാവശ്യം CLCയിലൊക്കെ ആക്റ്റീവായിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയിലെ കീബോർഡിസ്റ്റാണ്. അപ്പോൾ എനിക്ക് ലാസ്റ്റായിട്ടൊന്ന് പള്ളിയിലെ കുർബാന കൂടിയിട്ട് എനിക്കൊന്ന് പോകണം, പുതിയ പള്ളിയിലെ പെരുന്നാൾ കുർബാന കൂടിയിട്ട് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മാതാവിൻ്റെ അടുക്ക് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ജപമാല ചെല്ലുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കും, എനിക്ക് ഒരു കുർബാന കൂടിയിട്ടെങ്കിലും പോകണം, പുതിയ പള്ളിയിലെ കുർബാന കൂടിയിട്ട് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് പരമായിട്ട് എനിക്ക് മാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ തന്നെ, അതായത് തിങ്കളാഴ്ച 5 രൂപേനെ ഞാൻ ലിത്വാനിയയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് തിരുക്കുമാരന് 1000 നന്ദി. ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചേരുന്നത് ഇവിടെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ അമ്മയായിട്ട് പോകുമായിരുന്നു. പിന്നെ ഇവിടെ ഒരു നേരത്തെ ഫുഡ് വീക്കിലി ടൈസ് ഞാൻ കൊടുക്കുമായിരുന്നു ഇവിടെ. പിന്നെ പത്രങ്ങൾ ഞാനും അമ്മയും കൂടെ, അമ്മയും ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ പത്രം ഇവിടെ നേരെ മേടിച്ചു, നേരെ ഓട്ടോ സ്റ്റാൻഡിലും പിന്നെ ഹോസ്പിറ്റൽസിലൊക്കെ ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 6-ാം തീയതിയാണ്. മോൻ്റെ ഒരു കാര്യം ആണ് മെയിനായിട്ട് ഞങ്ങൾ വെച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് വയറിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് വയറുവേദനയും ഗ്യാസ് കയറിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പല ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നും ഉടമ്പടി തൈലവും പിന്നെ രാവിലത്തെ പ്രാർത്ഥനയും 5:30 പ്രാർത്ഥനയും എല്ലാം എല്ലാ ദിവസവും ഞങ്ങൾ കൂടുമായിരുന്നു എല്ലാവരും കൂടെ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഇങ്ങനെ ഉണ്ടായത്. എന്നിട്ട് വെയിറ്റ് കുറയുന്നപ്പോൾ CT സ്കാൻ എടുക്കണം എന്നങ്ങനെ ഡോക്ടർ പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു എന്തായാലും എടുക്ക്, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല, മാതാവിൻ്റെ ഉപ്പും വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണേലും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല, പോയി ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ ഒന്ന് കൊണ്ട് കാണിക്കുമെന്ന് പറയും. ഡോക്ടർ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ആദ്യം പറഞ്ഞിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും പിന്നെ വീണ്ടും അത് പിന്നെയും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അവർ പറഞ്ഞതാണ് CT സ്കാൻ എടുക്കാൻ പറഞ്ഞത്. CT സ്കാൻ എടുത്തപ്പോഴും ഞാൻ പറഞ്ഞു ഒന്നും വരത്തില്ല, എന്താണേലും എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്, പിന്നെ ധ്യാനം എല്ലാ ആഴ്ചകളിലും മുടങ്ങാതെ ഞങ്ങളെല്ലാവരും ധ്യാനം കൂടാറുണ്ട്, അമ്മ ഒഴികെ. അമ്മ പ്രായമായതുകൊണ്ട് അങ്ങനെ മുഴുവൻ കൂടാറില്ല. അപ്പം അങ്ങനെ എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യം പറഞ്ഞത് തീർന്നില്ല. അപ്പോൾ അങ്ങനെ CT സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു വേറെ ഒരു പ്രശ്നങ്ങളുമില്ല, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പിന്നെ മാതാവിൻ്റെ ഉപ്പും തൈലവും എല്ലാം വ്യഞ്ചരിച്ച വസ്തുക്കളെല്ലാം എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൊച്ചു പറഞ്ഞു കഴിഞ്ഞു. ഞാനാണെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഓൾഡ് ഹോമുണ്ട്. അവിടെ ഞാൻ പോയി അവരുടെ ശുശ്രൂഷകളെല്ലാം തന്നെ ചെയ്യും. അവരെ കുളിപ്പിക്കും, അവരുടെ വസ്ത്രങ്ങളെല്ലാം കഴുകി കൊടുക്കും, മൂത്രത്തുണികളെല്ലാം. അതിനൊന്നും എനിക്കൊരു മടിയില്ല. ആദ്യമായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എല്ലാ കാര്യങ്ങളും ഇതേപോലെ പത്രം കൊടുക്കാനാണേലും ഭയങ്കര ഇൻട്രസ്റ്റാണ്. എല്ലാ മാസവും ഞാനും പിള്ളേരും കൂടെ, മൂത്തയാളുണ്ടെങ്കിൽ അവനും കൂടെ പോരും. അങ്ങനെ ഞങ്ങൾ വന്ന് പത്രം വാങ്ങിച്ച് വിശുദ്ധ തൈലം പിന്നെ കുരിശ് വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോരുത്തരോടും ഞങ്ങളുടെ അനുഭവങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കാറ്. അതായത് വണ്ടാന ഹോസ്പിറ്റലിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും പെട്രോൾ പമ്പിലും അവിടെ ഇവിടെ എല്ലായിടത്തും ഞങ്ങൾ വണ്ടിയിൽ നടന്ന് തന്നെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനം. അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഇനിയും ജീവിതാവസാനം വരെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് മാതാവിനോട് മുട്ടിപ്പായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 55-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. നെവിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് ഏറ്റുപറഞ്ഞത്. നെവിൻ്റെ കുടുംബത്തിലെ എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് അവർക്ക് പറയാനുണ്ടായിരുന്നത് ഈശോയെയും പരിശുദ്ധമ്മയെയും അവർക്ക് വ്യക്തിപരമായി അനുഭവിക്കണം, സ്നേഹിക്കണം എന്നുള്ള ഒരു വലിയ തീരുമാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ആപത്ഘടനയിലും സമയങ്ങളിലും
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാൻ അവർ ഉടമ്പടിയുടെ ഉറപ്പോടെയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. ഈ മകൻ പറയുകയുണ്ടായി, 12ാം ക്ലാസ്സിൽ എനിക്ക് നല്ല മാർക്കൊക്കെ ലഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊന്നും ഇനി ഉടമ്പടി മുന്നോട്ട് പോകേണ്ട വലിയ അത്യാവശ്യമില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നടക്കുമ്പോഴാണ് വീണ്ടും തനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ആവശ്യമാണെന്ന് മനസ്സിലായപ്പോൾ ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് വളരെ ശക്തമായി പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഈശോയെ സ്നേഹിക്കണം, ഞാനിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് പുതിയ പള്ളിയിൽ ഈശോയുടെ കൂടെ കുർബാന അർപ്പിക്കണമെന്നുള്ള ഒരു വലിയ തീക്ഷ്ണമായ ആഗ്രഹമാണ് അവസാനമായി മകൻ ഈശോയോട് പ്രാർത്ഥിച്ചത്. ഇങ്ങനെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങളാണ് ഉടമ്പടിയിൽ നാം മുന്നേറുമ്പോൾ ഓരോ മക്കൾക്കും ഉണ്ടായിരിക്കുന്ന. യൂത്തിനോട് യുവജനങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശോയെ സ്നേഹിക്കുന്ന ഒരു വലിയ പാഠ്യപദ്ധതി, ഒരു സിലബസ് പോലെയാണ്. അവർ അതിനുവേണ്ടി പല കാര്യങ്ങളും കണ്ടുപിടിക്കുകയാണ്. പുതിയതായി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈശോയെ സ്നേഹിക്കുവാൻ, ഈശോയെ കൈമാറുവാൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വലിയ വലിയ പുതിയ രീതികളാണ് ഇവർ ഉടമ്പടിയിലൂടെ കണ്ടെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നെവിൻ്റെ ഓരോ പഠനാവശ്യങ്ങളിലും ലോൺ ലഭിക്കുമ്പോഴും എല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് തക്ക സമയങ്ങളിൽ തൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത ഒരമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ക്ലോക്കുമായി പ്രത്യക്ഷപ്പെട്ട അമ്മ, സമയത്തിന് മേൽ അധികാരമുണ്ട് എന്ന് പറയാൻ വിശ്വസിപ്പിക്കാൻ മാത്രം അദ്ദേഹത്തെ വിസ്മയിപ്പിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായി ഇൻ്റർവ്യൂ സമയങ്ങളിൽ ഉപയോഗിക്കുവാനും തൻ്റെ ജീവിതാഭിലാഷം പൂർത്തീകരിക്കുവാനും തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ഈശോയിൽ എപ്പോഴും ജീവിക്കണമെന്നുള്ള, നിത്യതയോളം ജീവിക്കണമെന്ന ഈ കുടുംബത്തിൻ്റെ ആഗ്രഹത്തെ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും, ഇന്നിവിടെ തടിച്ചുകൂടിയിരിക്കുന്ന എല്ലാ ജനത്തിൻ്റെയും കുടുംബ പ്രശ്നങ്ങളെയും ജീവിത പ്രശ്നങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.